ഈ സമൂഹത്തിൽ പൊതുവെ അതാണ് നമുക്ക് നമുക്ക് എല്ലാവരും ഈശ്വരനാണ് സെന്റർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ സ്വജനപക്ഷപാതവും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ഒരാളുടെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് വരികയാണ്. ഇപ്പൊ ഇവിടെ കുറെ സ്വർണങ്ങളും ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉടമസ്ഥൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുക്കത്തില്ല. ഒരാൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുണ്ട് എന്ന് അറിഞ്ഞാൽ എടുക്കത്തില്ല. അപ്പൊ ആരുമില്ല, വെറുതെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. അപ്പോൾ അതാണ് ഈശാവാസ്യ സിദ്ധാന്തത്തിന്റെ അർത്ഥം. ഈശ്വരൻ ഉണ്ട്, ഈശ്വരനാണ് എല്ലാത്തിന്റെയും നേതാവ് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് എനിക്ക് ആവശ്യമുള്ളത് ഈശ്വരൻ നൽകിയിട്ടുണ്ട്, അതിൽ ഞാൻ തൃപ്തനാണ് എന്ന് ഒരാൾ വിചാരിക്കും. അയാള് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കത്തില്ല. അതാണ് സമൂഹത്തിൽ പൊതുവെ ഒരു ശാന്തി സമാധാനവും വരും ഈശാവാസ്യ സിദ്ധാന്തം എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ. ഇങ്ങനെ നമുക്ക് പല പല ഉദാഹരണങ്ങൾ ആലോചിക്കുമ്പോൾ കിട്ടും. അതനുസരിച്ച് നമുക്കത് എഴുതാൻ പറ്റും. ഇത് സ്വന്തം വാക്കിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സ്വന്തം വാക്കിൽ നമ്മൾ എഴുതാനായിട്ട് പറ്റും. ഇസ്കോണിൽ എങ്ങനെ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും? ഇസ്കോണിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പ്രസാദ വിതരണം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും പ്രസാദം കിട്ടണം എന്നാണ്. പക്ഷെ നമ്മൾ ഈ ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും കിട്ടണം എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിലോ ഇതെല്ലാം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിക്കും. നമുക്കതൊക്കെ കൂടുതൽ മറ്റാർക്കും കിട്ടണമെന്ന് ആഗ്രഹമില്ല, കൊണ്ടുപോകാം. പക്ഷെ ഇതെല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും കിട്ടണം എന്ന് നമുക്കാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഈക്വലി ഒരിതാവും. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം തന്നെ ചിലപ്പം ചില ഗ്രൂപ്പ് ഇത് നമ്മുടെ പ്രസ്ഥാനമാണ്, മറ്റാർക്കും ഇതിനകത്ത് ഇതില്ല എന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇത് വരും. ഇപ്പം ഞങ്ങൾ ഇന്ത്യക്കാർക്കുള്ള പ്രസ്ഥാനമാണ്, വിദേശികൾക്ക് ഇതിനകത്ത് സ്ഥാനമില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇസ്കോൺ ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പം എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായ പ്രഭുപാദിന്റേതാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങളും കിട്ടിച്ചില്ല. അതാണ് ഈശാവാസ്യ സിദ്ധാന്തം ഇസ്കോണിൽ പൊതുവെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ ഈശാവാസ്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് എൻ്റെ കോട്ട എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവും ലൈഫ്. ഇതിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഉള്ളതിൽ നമ്മൾ പരിപൂർണം, ഇതാണ് ഈശ്വരൻ എനിക്ക് നൽകിയത്, ഞാൻ അതുകൊണ്ട് സംതൃപ്തനാണ് എന്ന് ഒരു വ്യക്തി വിചാരിക്കും. ഇത് എൻ്റെ കോട്ടയാണ്, എനിക്ക് നൽകപ്പെട്ടതാണ്, ഇത് ഞാൻ സ്വീകരിക്കുന്നു, ഈശ്വരന്റെ പ്രസാദമായി ഞാൻ സ്വീകരിക്കുന്നു. മറ്റുള്ളത് അപ്പൊ ആ അനിയന്ത്രിതമായ കാമം അതിന്റെ പുറകില് ആ വ്യക്തി പോകേണ്ട ആവശ്യം വരത്തില്ല. മറ്റതിനെ കൈക്കലാക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതാണ് ഈശാവാസ്യ സിദ്ധാന്തത്തെ സമൂഹത്തിൽ പൊതുവെ ഇസ്കോണിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ചെറിയ ചെറിയ ഉദാഹരണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ ആൻസേഴ്സ് കിട്ടും. പക്ഷെ ഇതൊക്കെ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 1 to 3 എന്നുള്ള മന്ത്രങ്ങളും ഭാവാർത്ഥങ്ങളും ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉപമകൾ കൊടുത്തിട്ടുണ്ട്. 1 to 3 ഉപമകളുണ്ട്. ആ ഉപമകൾ വായിച്ചു നോക്കുക. അതേപോലെ ഈ ശ്ലോകവും ട്രാൻസ്ലേഷനും കൂടെ വായിച്ചു നോക്കുക. ഈ ഭാവാർത്ഥവും കൂടെ വായിച്ചു നോക്കുക. ഈ 3 ക്വസ്റ്റ്യൻ നമ്മളൊന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതി പഠിച്ചാൽ, ഈ 4-ാം തീയതിക്കുള്ളിലല്ലേ, സ്വന്തമായിട്ടൊന്ന് ഒരു വട്ടമെങ്കിലും എഴുതി പഠിച്ചാൽ നമുക്ക് എസ്സേ എഴുതാൻ, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എസ്സേ എഴുതാൻ എളുപ്പമാണ്. ചോദ്യങ്ങളെല്ലാം എടുക്കാൻ എളുപ്പമാണ്. 3 അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഈ ഒന്ന് പഠിച്ചില്ലെങ്കിലും നമുക്കൊക്കെ നമ്മുടെ ഭക്തിശാസ്ത്രയില് ഓപ്പൺ ബുക്ക് ഓൾറെഡി മുമ്പേ ഉണ്ട്. നമുക്ക് മെയിൻ എക്സാമിന് മുമ്പേ തന്നെ 3-4 ഓപ്പൺ ബുക്സുകളുണ്ട്. MCQ ഉണ്ട്, ഓപ്പൺ ബുക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഓപ്പൺ ബുക്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് ഒത്തിരി 4 വർഷമായി ഭക്തിശാസ്ത്രി, അത് വ്യത്യാസമുണ്ട്. ഇത് 1 വർഷത്തെ ഭക്തിശാസ്ത്രിയാണ്, വ്യത്യാസം. പക്ഷെ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഇത് അവര് മോഡൽ തന്നിട്ടുള്ളത്, ഇത് നമുക്കൊന്ന് ജസ്റ്റ് വീട്ടിലിരുന്ന് ഒരു 3 എണ്ണം എഴുതി പഠിച്ചു വെച്ചാൽ നമുക്കത് എങ്ങനെ എഴുതേണ്ടതെന്ന് ഈസി ആയിട്ട് പറ്റും.
പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിങ്ങനെ നമ്മൾ വലിച്ചുവാരി എഴുതുമ്പം ഇത് ഈ ഈ ബുക്കിലുള്ള കാര്യങ്ങളും കൂടെ അതിനെ ബേസ് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ഇമാജിനേഷൻസ് ആണ്. ഇങ്ങനെ, പക്ഷെ അതൊരു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇസ്കോണിലെ കാര്യം, പ്രസാദത്തിന്റെ കാര്യം, ഇതൊക്കെ ഇമാജിനേഷൻ ആണ്, നമ്മുടെ സ്വന്തം കാര്യം. പക്ഷെ അത് നമ്മൾ എഴുതുമ്പം ഇതിനെ ബേസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. മെയിൻലി ഭക്തിശാസ്ത്രയിൽ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, ബുക്കുകൾ 1-2 വട്ടം വീണ്ടും ഒന്ന് വായിച്ചാൽ മതി എക്സാമിന് മുമ്പ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചൊന്ന് പഠിച്ചു വെക്കുക, എന്നിട്ട് ഒരു 1-2 വട്ടം ഈ ബുക്കുകൾ ഒന്നും കൂടെ വായിച്ചു വെക്കുക. ഇതിനകത്ത് ഈസിയാണിത്, ഭക്തിശാസ്ത്രം വളരെ ഈസിയാണ്. ബുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്. അല്ലാതെ ക്വസ്റ്റ്യൻസിനെ ഒന്നും നമ്മൾ ഭയക്കേണ്ട ആവശ്യം വരത്തില്ല. ബുക്സുകൾ വായിക്കുക, മനസ്സിലാകുന്നതൊന്നും കൂടെ. എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ഇപ്പം മാഞ്ചി പറഞ്ഞല്ലോ, ഭാഗവത കമ്മ്യൂണിസം, അതൊരു പാരഗ്രാഫിൽ കിടപ്പുണ്ട്. പക്ഷെ അതിനെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലായി എന്തുകൊണ്ട് പ്രഭുപാദ് ആ പാരഗ്രാഫിൽ ഭാഗവത കമ്മ്യൂണിസം എന്ന് പറഞ്ഞു എന്ന് വായിക്കണമെങ്കിൽ അതിന്റെ മുമ്പിലുള്ള പാരഗ്രാഫും അതിന്റെ ബാക്കിലുള്ള പാരഗ്രാഫും വായിക്കണം. പക്ഷെ നമ്മൾ എഴുതാൻ അത്രയും സമയം കിട്ടത്തില്ല. നമുക്ക് ആ നടുക്കുള്ള പാരഗ്രാഫിലെ കാര്യങ്ങൾ എഴുതാൻ സമയം കിട്ടും. പക്ഷെ മുമ്പിലും ബാക്കിലും ഉള്ള പാരഗ്രാഫ് വായിച്ചാൽ എന്തുകൊണ്ടാണ് പ്രഭുപാദ് അത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കത് പിന്നെ അത് നമ്മൾ മെമ്മറിയിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നമ്മൾ ഇതായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമേ വരത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ പിന്നെ എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യും. അത് ഈ ഭക്തിശാസ്ത്രം പഠിക്കുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് പ്രഭുപാദിന്റെ മൂഡ് എന്താണ്, പ്രഭുപാദിന്റെ ഭാവം എന്താണ്, ഇത് പ്രഭുപാദ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് പഠിച്ചത്. ആ എഫേർട്ട് എടുക്കണം ബ്രോ, അത് ഈ ബുക്ക് വായിക്കുന്ന എഫേർട്ട് എടുക്കണം, വായിക്കണം വീണ്ടും. അത് ബുക്ക് പഠിച്ചാൽ ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ബ്രോ. മാർക്കിലൊന്നും കാര്യമില്ല, നമ്മൾ ബുക്ക് പഠിക്കുക എന്നുള്ളതിലാണ് കാര്യം. മാർക്കിനെ കുറിച്ചോ പാസ്സാവുന്നതിനെ കുറിച്ചോ ചിന്തിക്കണ്ട. ബുക്ക് എനിക്ക് എന്തായാലും എനിക്ക് ഭക്തിശാസ്ത്രയിൽ ജോയിൻ ചെയ്യാൻ അവസരം കിട്ടി. എനിക്ക് 1.5 വർഷം ഈ ബുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അല്ലാതെ ഞാൻ പഠിക്കാൻ പോകുന്നില്ല. ഈ അവസരം എനിക്ക് കിട്ടി, ഞാനിത് പഠിക്കും, ബുക്ക് പഠിക്കും. ഈ ഒരു മൂഡ് എടുത്താൽ എളുപ്പമാണ്. നമുക്ക് സന്തോഷത്തോടെ ഭക്തിശാസ്ത്രം ചെയ്യാൻ. കാരണം എപ്പോഴും വെറുതെ ആങ്സൈറ്റി ഇതൊക്കെ ആയിരിക്കാണ്. മാർക്ക് കിട്ടും, അവരെക്കാട്ടി മാർക്ക് കിട്ടും, ഇവരെക്കാട്ടി മാർക്ക് കിട്ടും, ഇങ്ങനെയുള്ള അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ബുക്ക് പഠിക്കാനുള്ള എഫേർട്ടാണ് എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പം ചിലപ്പോൾ അത് അൺപ്രാക്ടിക്കൽ ആയിട്ട് തോന്നും. നമ്മളൊരു പരീക്ഷയ്ക്ക് വരുമല്ല, ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ അത് പരീക്ഷ കഴിഞ്ഞ ആൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഒരു ബേസ്മെന്റിന് വേണ്ടിയാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ നല്ലതായിട്ട് ഈ ബുക്സ് പഠിക്കാനുള്ള ഇതെടുക്കാനാണ്, പരീക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരി. അത് ഒന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു നമ്മൾ പല ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഇതിനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇത് കറക്റ്റായിട്ട് നമ്മളൊന്ന് ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കഥ പോലെയാണ് ഇത് പോയിരിക്കുന്നത്. നമ്മൾ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, ഓരോ ശ്ലോകം തമ്മിൽ അടുത്തടുത്ത ശ്ലോകമായിട്ട് കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് അതിന് ഇങ്ങനത്തെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇവരുടെ ചാർട്ടുകളൊക്കെ തന്നിട്ടുണ്ട്, ഈ ചാർട്ടുകൾ. എനിക്കും ആദ്യം തുടക്കത്തില് ഭക്തിശാസ്ത്രി എങ്ങനെ അതിനെ പഠിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു. ചൈതന്യ ശരൺ പ്രഭുവിന്റെ ചാർട്ട് ഉണ്ടായിരുന്നു, ഇതേപോലത്തെ ചാർട്ടുകൾ. ഈ ചാർട്ടുകൾ നോക്കി അവസാനത്തെ 2-3 ദിവസം ഈ ചാർട്ടുകൾ നോക്കി മറ്റേതും കൂടെ നോക്കി, അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇതൊരു കണ്ടിന്യൂഷൻ ആണെന്ന് മനസ്സിലായി. നമുക്കിപ്പോഴും ഭക്തിശാസ്ത്രിയും മറ്റേ ബുക്കുകളൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എല്ലാം ഡിസ്ക്രീറ്റ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. അത് ഏറ്റവും എളുപ്പം അത് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ചാർട്ടുകൾ പഠിക്കുക എന്നുള്ളതാണ്. ചാർട്ടുകൾ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ ഇത് ഈസി
പഠിച്ചെടുക്കാനേ, മനസ്സിലാക്കാനായിട്ട് കുറച്ചൊരു എഫേർട്ട് എടുത്ത് അത് പഠിക്കാൻ പറ്റും. വൈദികജ്ഞാനം എനിക്ക് കണ്ണ് ശരിക്കും ശ്രുതി സ്മൃതി വേദങ്ങള് ഉപവേദങ്ങള് വേദങ്ങൾ ശ്രുതിയിലൂടെയും സ്മൃതിയിലൂടെയും രണ്ടായിട്ട് രണ്ടും ബ്രാഞ്ചസ് ഉണ്ട്. ശ്രുതിയിലൂടെ കൈവന്നതാണ്. ഇതൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചോദിക്കുമോ? ശ്രുതി സ്മൃതി എന്താണെന്ന് ചോദിച്ചു. ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നോ രണ്ടോ എനിക്ക് കണ്ണാടി എടുത്തില്ല. കണ്ണാടി എടുത്ത് ക്ലിയർ ആവുന്നില്ല, ചെറിയ അക്ഷരമായതുകൊണ്ട്. അത് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവല്ലോ ബുക്കില്. ശ്രുതി എന്താണ് സ്മൃതി എന്താണ് അത് മാത്രമേ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി. ഈ ബുക്കിനകത്ത് എവിടെയെങ്കിലും കാണത്തില്ല ശ്രുതി എന്താ സ്മൃതി എന്താണ്? ഇല്ലല്ലോ. ശ്രുതി ആദ്യം പറയുന്നുണ്ട് അതിനകത്തെ ആദ്യത്തെ ഉപമ അമ്മയും ചേച്ചിയും അമ്മയെ പോലെയാണ്. അതാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ അമ്മ ഒരു നിർദ്ദേശം കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ നിർദ്ദേശം ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അമ്മയുടെ മൂഡ് അറിയാവുന്ന മുതിർന്ന ചേച്ചി അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതപ്പം കുട്ടിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതാണ് സ്മൃതി. അപ്പം വേദങ്ങളിലെ നിർദ്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ സാക്ഷാത്കരിച്ച മുനിമാര് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചില മായാവാദ സിദ്ധാന്തക്കാർ പറയും ശ്രുതി മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ശ്രുതിക്കും സ്മൃതിക്കും ശ്രുതിയെ ഒരു അമ്മയെ പോലെയാണ്. നമ്മൾ അമ്മയിൽ നിന്ന് ഒരുപാട് അറിവെടുക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ പിതാവ് ആരാണെന്ന് അറിയുന്നെങ്കിൽ ആർക്കാണ് നമുക്ക് നോക്കാൻ കഴിയില്ല, നമ്മുടെ അമ്മ. അതുപോലെ നമ്മുടെ അനുഭവത്തിനും അതീതമായി നമ്മുടെ പരീക്ഷണാത്മക അറിവിനപ്പുറം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമായി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ വേദങ്ങളെ തീർച്ചയായും അറിയാം. അതാണ് എല്ലാം ഇതിനകത്തുണ്ട്. ഈ ഒരു പേപ്പർ പഠിച്ചാൽ തന്നെ ആൻസർ എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടല്ലോ. 10-17 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. ഇത് പഠിക്കേണ്ട ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിപ്പം ഉപമ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പൊ അവതാരിക. ഇപ്പം വേദ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ നമ്മള് അത് അവതാരികയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവതാരിക. അപ്പൊ അത് പ്രഭു ആ ഭാഗം വായിച്ചു നോക്കുക. വേദ എന്ന വാക്കിന്റെ അർത്ഥം വായിച്ചു നോക്കുക. അപ്പൊ അത് വായിക്കുമ്പം പ്രഭുവിന് അത് ഉറയ്ക്കണമെങ്കിൽ നമുക്ക് വായിച്ചു വിടാം. ഇപ്പൊ വേദ ഒന്നോ രണ്ടോ സെന്റൻസിൽ അത് കാണും വേദ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പ്രഭുവിന് പക്ഷെ അത് ഉറയ്ക്കണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിലുള്ളയും താഴെയുള്ള പാരഗ്രാഫും കൂടെ വായിച്ചിരിക്കണം. അത് മനസ്സിലാക്കാൻ. അതാ അപ്പൊ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിട്ടിരുന്നാൽ മതി. അത് നമ്മുടെ ബ്രെയിനിലോ ഇതിൽ ഉറച്ചു കഴിഞ്ഞു. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയ മിക്ക ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വേദ എന്നുള്ള വാക്കിന്റെ ഇങ്ങനെ മനസ്സിലാക്കി. ഇപ്പൊ എന്നിട്ട് പ്രഭുവിന് ഇവിടെയുണ്ട്. അടുത്ത പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഉപമയുണ്ട്. സോ ഉപമയില് അതിന് അതുമായിട്ട് ചിലപ്പോൾ ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. അപ്പൊ അതും കൂടെ പ്രഭു വായിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോ തന്നെ പ്രഭുവിന് ഇത്. പിന്നെ അതേപോലെ പ്രഭു ഈ എസ് എ ക്വസ്റ്റ്യനും കൂടെ വായിക്കും. ഇല്ല, മനസ്സിലാക്കിയാൽ മതി പ്രഭു, മനസ്സിലാക്കിയാൽ മതി. കാണാതെ പഠിച്ചാല് നമുക്ക് പ്രയോജനം ഈ ഭക്തിശാസ്ത്രം വരെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കാണത്തില്ല.
നമുക്ക് ആ ഒരു എല്ലാം കാണാതെ പഠിച്ചിട്ട് പോയാല് ഭക്തിശാസ്ത്രം എടുക്കാനുള്ള പ്രയോജനം അത് കാണും. പിന്നെ അത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ജീവിതത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വേണം പഠിക്കാൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ബദ്ധാത്മാവിന്റെ 4 ന്യൂനതകൾ എന്തൊക്കെ? നമുക്ക് ഈസിയാണ് എഴുതാൻ, 4 എഴുതിയാൽ മതി. പക്ഷെ അതിന് തൊട്ട് മുമ്പും താഴെയും പ്രഭുപാദ് അത് കുറച്ചും കൂടെ വിശദീകരിച്ച് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ആ 2 പാരഗ്രാഫും കൂടെ വായിച്ചു കഴിഞ്ഞാൽ അത് ഉറച്ചു, നമ്മുടെ ഇതിൽ ഉറച്ചു. അപ്പൊ അങ്ങനെ പ്രൂവിന് ഇവിടെ തന്നെ വേണമെങ്കിൽ അവിടെ കുറച്ചൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസം അത് വായിക്കുമ്പോൾ അത് ജസ്റ്റ് അതൊന്ന് നോക്കി പോയാൽ മതി. പിന്നെ അതേപോലെ മന്ത്രം ഇതാണോ എസ് എ ആണോ? അല്ല, 2 മാർക്സിനാണ് ചോദിച്ചത്. നമുക്ക് 2 മാർക്കിനാണ് ചോദിച്ചത്. ചതിക്കാനുള്ള പ്രവണതയുണ്ട്. അതൊരു ഇതിലൂടെ ഓർത്തു വെച്ചാൽ എളുപ്പമാണ്. ഒരു സീക്വൻസ് ആയിട്ട് ഓർത്തു വെച്ചാൽ എളുപ്പമാണ്. ബദ്ധാത്മാവിന്റെ 4 ന്യൂനതകൾ എന്തൊക്കെയാണ് പറയും? ചതിക്കാനുള്ള പ്രവണത. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അപൂർണമായ ഇന്ദ്രിയങ്ങളായിരുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം വഴി അത് പറഞ്ഞുതരാം. അപ്പൊ ഓർക്കാൻ എളുപ്പം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നു. KBRന്റെ താഴെ വലിയൊരു സൗണ്ട് കേട്ടു, ഭയങ്കര പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ചക്കയോ വല്ല വീണതിന്റെ സൗണ്ട് ആയിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്? നമ്മുടെ കേൾവി ശക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ ടയറും എല്ലാം പൊട്ടിയതായിരിക്കും. നമ്മൾ വിചാരിക്കും അതാണ് ചക്കയാണ് വീണതെന്ന് നമ്മൾ വിചാരിക്കും. അപ്പം ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ അപൂർണമാകുമ്പം അടുത്ത എന്താ വരുന്നത്? തെറ്റുപറ്റും. നമ്മളത് വേറെ ആയിട്ട് ചിന്തിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ട് ടയർ പൊട്ടിയതാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് വേറെന്താണ് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നു. അതാണ് നമുക്ക് തെറ്റുപറ്റും. ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. തെറ്റുപറ്റുമ്പം മായയ്ക്ക് വശം നമ്മൾ മനസ്സിലാകും, നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല എന്ന് മനസ്സിലാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്കത് അറിയായിരുന്നു, എന്നാലും ഞാൻ പോയി വെറുതെ നോക്കിയതാണ് എന്ന് പറയും. ചതിക്കാനുള്ള പ്രവണത വരും. അപ്പം ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റും. തെറ്റുപറ്റുന്നത് കൊണ്ട് നമ്മൾ മായയ്ക്ക് അടിമപ്പെടും. മായയ്ക്ക് അടിമപ്പെട്ടിട്ടും എനിക്കെല്ലാം അറിയാം എന്നുള്ള ധാരണയിൽ നിൽക്കും. അതാണ് ചതിക്കാനുള്ള പ്രവണത. ഇങ്ങനെ ഒരു സീക്വൻസിൽ ഓർക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. നമ്മളത് ഓർത്തു വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഉദാഹരണമായിട്ട് ബന്ധപ്പെടുത്തി അത് ഓർക്കുമ്പോൾ എളുപ്പമായിരിക്കും ചിന്തിക്കാനായിട്ട്. അത് വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ്. അതായത് എക്സാമ്പിൾ പറയും. പ്രഭുപാദ് തന്നെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. മഹാത്മാഗാന്ധിയുടെ എക്സാമ്പിൾ. മഹാത്മാഗാന്ധി ഇതാണ്, അയാൾക്ക് വാണിംഗ് കൊടുത്തതാണ്. അയാളെ ആക്രമിക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളത്. പക്ഷെ അയാൾക്ക് അത് ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം കൊണ്ടാണ് പുള്ളി ഇറങ്ങി വന്നത്. അയാൾക്ക് വെടിയേറ്റു. പിന്നെ ചതിക്കാനുള്ള എന്താന്ന് ഓരോരുത്തർക്കും മറ്റുള്ളവരെ ചതിക്കാനുള്ള പ്രവണതയുണ്ട്. ഒരു വ്യക്തി അങ്ങനത്തെ മൂടനാണെങ്കിലും അതിബുദ്ധിമാനെ പോലെ ഭാവിക്കും. തന്റെ സ്വരൂപമെന്തെന്ന് പോലും അയാൾ അറിയുന്നില്ല. എങ്കിലും വലിയ വ്യാഖ്യാനങ്ങൾ ശ്രമിക്കാനും പുസ്തകങ്ങൾ രചിക്കാനും മടി കാണിക്കുന്നു. ഒരുപാട് ഭഗവത്ഗീതയെ കുറിച്ച് ഒരുപാട് പേര് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കൃഷ്ണൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. എന്താണ് കൃഷ്ണൻ? ഒരു ബിംബമാണ്, അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായ ഉപമയാണെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. കൃഷ്ണൻ എന്ന വ്യക്തിയാണെന്ന് പലരും ചിന്തിക്കത്തില്ല. അപ്പൊ ഇതാണ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. അവർക്ക്
ഭഗവത്ഗീത പറഞ്ഞു തന്ന ഓദറിനെ കുറിച്ച് അറിയത്തില്ല, പക്ഷെ ഭഗവത്ഗീത അവർ വ്യാഖ്യാനിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറയണമെങ്കിൽ എന്നെ അറിഞ്ഞാൽ മാത്രമേ ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ വ്യക്തിപരമായിട്ട് അറിയത്തില്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ എളുപ്പമാണ്, വ്യാഖ്യാനം തെറ്റും. അപ്പൊ അതാണ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. അപ്പൊ അവർക്ക് ഭഗവത്ഗീതയുടെ പേരിൽ പ്രശസ്തി വേണം, പക്ഷെ ഭഗവത്ഗീത നൽകിയ ഭഗവാനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അതാണ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. അതൊക്കെ അതിനകത്ത് കാണത്തില്ല. ഏതാ 8? ഇതൊക്കെ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. 8. അവര് രണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ അവർക്ക് മാക്സിമം സമയത്ത് ഇവിടെ ജീവിക്കുകയും മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. ഇന്ദ്രിയതൃപ്തി തന്നെ, ഇന്ദ്രിയതൃപ്തി തന്നെ. ഏകത്വം കറക്റ്റ് എനിക്ക് കണ്ണ് എവിടെയാണ് പോയിന്റ് ചെയ്തത്? രുദ്രസമുദായം, ബ്രഹ്മസമുദായം. ബ്രഹ്മസമുദായം. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതെന്നുള്ളത്. ഞാനൊരു ഉദാഹരണം വഴി അത് പറയാൻ വാങ്ങിച്ചു. ഇപ്പൊ ഒരു വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ടെന്ന് വെച്ചു. കുട്ടികളും അച്ഛനും എല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. നമുക്കൊരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 10 കുട്ടികളെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഒരു 1,00,000 കുട്ടികൾ അത്രയും ഉണ്ടെന്ന് വെച്ചാൽ ഒരാൾ. അതില് ഒരു 10,000 കുട്ടികൾ വീട് വിട്ടുപോയി. 1,00,000 കുട്ടികളുണ്ടെങ്കിൽ 10,000 കുട്ടികൾ വീട് വിട്ടു. അപ്പൊ വീട് വിട്ടു പോയാലും അച്ഛന് ഈ 90,000 കുട്ടികളുണ്ടെങ്കിലും അച്ഛനും എപ്പോഴും ചിന്ത ഈ 10,000 കുട്ടികളെ കുറിച്ചാണ്. എല്ലാവരോടും ഈക്വൽ ആയിട്ടുള്ള സ്നേഹം അച്ഛനുണ്ട്. ഈ 10,000 കുട്ടികൾക്ക് വീട് വിട്ടു പോയത് അവരുടെ മനോഭാവം, അവരുടെ സ്വാതന്ത്ര്യത്തെ
ഉപയോഗിച്ചിട്ടാണ് അവർ വീട് വിട്ടു പോയത്. അപ്പൊ അവരെല്ലാം പോയി. അപ്പൊ അവർക്ക് 10,000 പേര് തെരുവിൽ അലയാൻ അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തു. നിർമ്മിച്ചു കൊടുത്തിട്ട് തിരിച്ച് അവിടെ അച്ഛനെ മറന്ന് ആസ്വദിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അവരെല്ലാരും പോയത്. അപ്പം മറന്ന് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കി. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഭഗവാനെ ഓർക്കത്തില്ല. നമ്മളിപ്പോ ഇവിടെ വന്ന് ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ ഓർക്കും. പുറത്തിറങ്ങിയാലോ നമ്മള് ഇലക്ഷനെ കുറിച്ച് വരും. ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള ബോധ്യമായിരിക്കും നമുക്ക് വരുന്നത്. ഇലക്ഷന്റെ പരസ്യങ്ങൾ കണ്ടാലും, അല്ലെങ്കിൽ കോൺഗ്രസ്, BJP ഇതൊക്കെ കണ്ടാൽ ഞാൻ BJP കാരനാണ്, കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള ബോധ്യമായിരിക്കും വരുന്നത്. വേറൊരിടത്ത് സ്ത്രീയുടെയും പുരുഷന്റെയും പിക്ചർ കണ്ടാൽ ഞാൻ സ്ത്രീയാണ്, മറ്റേ ആള് പുരുഷനാണ് എന്നൊക്കെ ബോധ്യമാണ്. അപ്പൊ ഇവിടെ എല്ലാം ഭഗവാനെ നമ്മൾ ഓർക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് നമ്മൾ ആഗ്രഹിച്ചത് ഭഗവാനിൽ നിന്ന് പോകാനായിട്ട്. അങ്ങനത്തെ ഒരു പ്ലേസ് ഭഗവാൻ തന്നു. ഇതാണ് ഈ സ്ഥലം തന്നത്. അപ്പൊ ഇവിടെ 10,000 കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഈ 90,000 കുട്ടികളുള്ള വീട്ടിലേക്ക്, ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം. അപ്പൊ കൊണ്ടുവരണമെങ്കിൽ അത് ഭഗവാൻ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ 10,000-ത്തില് ഏറ്റവും കൊള്ളാവുന്ന കുറച്ച് ബോധ്യവും ഇതൊക്കെയുള്ള വ്യക്തിക്ക് ഭഗവാൻ നിർദ്ദേശം കൊടുക്കും. അതാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവും ഫാളൻ സോളാണ്. ഈ ഭഗവാനെ വിട്ടുപോയ വ്യക്തിയാണ്. പക്ഷെ ആ ബ്രഹ്മാവിന് ഭഗവാൻ ആദ്യം വേദങ്ങൾ വഴി നിർദ്ദേശം കൊടുക്കും. ഈ ബ്രഹ്മാവ് അത് ഡിസമിനേറ്റ് ചെയ്ത് ഈ ബാക്കിയുള്ള 10,000 കുട്ടികൾക്ക് ഇത് എത്തിക്കും. അതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടി എന്നുള്ള വേർഡ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമ്മൾ ഇല്ലാതിരുന്നു ഉണ്ടായി എന്നുള്ളൊരു ഇതുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. സൃഷ്ടി എന്ന് പറഞ്ഞാല് ആത്മാവിന് ഭൗതിക ശരീരം കിട്ടുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ആത്മാവ് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, സൃഷ്ടിക്ക് ശേഷം ഉണ്ടാവും. പക്ഷെ എൻജോയ് ചെയ്യാനായിട്ട് ഒരു ശരീരം കിട്ടുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അല്ലാതെ അത് ആത്മാവ് പുതുതായിട്ട് ഉണ്ടാവുന്നില്ല. ആത്മാവ് എപ്പോഴും ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു. ഭഗവാനിൽ നിന്ന് പിരിഞ്ഞപ്പോഴും ആത്മാവ് തന്നെയാണ്. പക്ഷെ ഭഗവാനിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ ഭഗവാന്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ബോഡിയാണുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേന് നമുക്ക് ഭഗവാനെ മറക്കണമെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ ബോഡി ഭഗവാൻ തരും. ഈ മെറ്റീരിയൽ ബോഡി തരുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ ബോഡി നശിക്കുന്നതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവ് എപ്പോഴും ഉണ്ടാവും. അതിന് യാതൊരുവിധ ചേഞ്ചസും വരുന്നില്ല. ഈ 10,000 കുട്ടികൾക്ക് ഒരു ലീഡർ വേണം. ആ ലീഡറിനെയാണ് ബ്രഹ്മാവ്. അപ്പൊ അങ്ങനെ 10,000 കുട്ടികൾ എല്ലാവരും വഷളന്മാരാണെങ്കിൽ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന്റെ രൂപത്തിൽ വരും. ഭഗവാൻ തന്നെ ബ്രഹ്മാവ്. ചില ലോകങ്ങളിൽ ഇവിടെ നമുക്കൊരു ബ്രഹ്മാവുണ്ട്. അയാള് വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. അയാൾക്ക് കറക്റ്റ് ആയിട്ട് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. ഇനി വേറൊരു പ്രപഞ്ചത്തില് ഇങ്ങനെ നമുക്കുള്ള പോലത്തെ ബ്രഹ്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ ആ ഒരു പൊസിഷൻ എടുത്ത് ഇവിടെ വരും. ഉള്ളതാണ്. ഇതാണ് ഭഗവത്ഗീതയില് ഭഗവാൻ 2-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. രൂപമല്ല, ആത്മാവിന് ശരീരം, ഡ്രസ്സ് കൊടുത്താണ് സൃഷ്ടി എന്ന് പറയുന്നത്. അർജുനോട് പറയുന്നത് അത്വയോഹം ജാതുനാസൻ അത്വം നേമേ ജനാധിപൻ നൈവന ഭവിഷ്യാമി സർവേ വയംദഹ പരം. അർജുന, ഞാനും നീയും ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി എന്നും ഉണ്ടാവും. എന്റെ അർത്ഥം ആത്മാവിന് ഒരു ചേഞ്ചും വരുന്നില്ല. അത് സൃഷ്ടിക്ക് ശേഷവും സൃഷ്ടിക്ക് മുമ്പും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ശരീരം ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ. പ്രോത്സാഹിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടാവും? അതിന്റെ കറക്റ്റ് വേർഡ് തന്നെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഓർമ്മയില്ല. അല്ല, ഇതിനകത്ത് പറഞ്ഞു മന്ത്രം 6-8 ആറിലാണ് വരിക. ആറിലാണോ 8-ലാണോ? അത് 6-ലാണ്. എവിടെ പാരഗ്രാഫ് ആണ്? അല്ല, അത് 7-ലാണ്. ഏഴില്ല. 7-ൽ എവിടെയാ പോകുന്നത് കൊടുത്തത്? ശ്ലോകത്തിലാണ്.
In this mantra, the word Ekatva Anupashyata indicate that one should see the unity of all living entities from the viewpoint of revealed scriptures. The individual sparks of the Supreme All possess almost 80% of the non-qualities of the world, but they are not qualitatively equal to Supreme Lord. ഏകത്വം അനുപശ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം. ഈക്വൽ ആയിട്ട് കാണുന്നത് സ്ക്രിപ്റ്റേഴ്സിന്റെ വെളിച്ചത്തിലായിരിക്കണം കാണേണ്ടത്. സ്ക്രിപ്ചറിന്റെ വെളിച്ചത്തിൽ നമ്മുടെ നമ്മളൊരാളെ ആർട്ടിഫിഷ്യൽ ഇപ്പൊ ചില രാഷ്ട്രീയക്കാർ പറയും ഞാൻ എല്ലാവരും ഒരേപോലെ കാണുന്നു എന്ന് പറയും. പക്ഷെ അതൊന്നും പ്രോപ്പർ ഒരേപോലെ കാണുന്നതല്ല. ഞാൻ എല്ലാ ഇന്ത്യക്കാരെയും ഒരേപോലെ കാണുന്നു, അവിടെ ഏകത്വം വരുന്നില്ല. കാരണം അവർ പാകിസ്ഥാൻകാരെ വിട്ടുകളയുകയാണ്. ഞാൻ ഇന്ത്യക്കാരെ എല്ലാം ഒരേപോലെ കാണുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻകാരെ വിട്ടുകളയാണ്. പക്ഷെ റിയൽ ആയിട്ടുള്ള ഏകത്വ അനുപശ്യത എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറിന്റെ വെളിച്ചത്തിൽ കാണുന്നത്. അത് ജീവാത്മാക്കളെ എല്ലാം ഭഗവാന്റെ അംശമായിട്ട് കാണുകയാണ്, ഗുണപരമായ അംശമായിട്ട് കാണുകയാണ്. അതായത് പ്രഭുപാദ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിൽ കാണുന്ന വെള്ളത്തിന്റെ തുള്ളി പോലെ. ഈ പസഫിക് ഓഷനിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്താലും അതിനകത്ത് ഉപ്പുരസം ഉണ്ടാവും, ഇന്ത്യൻ ഓഷനിൽ നിന്ന് എടുത്താലും ഉപ്പുരസം ഉണ്ടാവും. രണ്ടിനും സച്ചിദാനന്ദ ഗുണങ്ങൾ ഉണ്ട്, രണ്ട് ആത്മാവിനും സച്ചിദാനന്ദ ഗുണങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഏകത്വം കാണേണ്ടത്. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ വെള്ളത്തില് സമുദ്രത്തിൻ്റെതായ എല്ലാ പവറും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗുണത്തിൽ മാത്രമാണ് ഉള്ളത്, ഒരിക്കലും പരിമാണത്തിലില്ല, വലുപ്പത്തിലില്ല. അപ്പം നമ്മൾ ഏകത്വം എന്ന് പറഞ്ഞാൽ കാണേണ്ടത് സ്ക്രിപ്ചറിന്റെ വെളിച്ചത്തിലാണ്. സ്ക്രിപ്ചർ എന്താണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അനുസരിച്ചാണ് കാണുന്നത്. പിന്തുടരുക മനസ്സിലാക്കുന്നു. അങ്ങനെയാണ്. അതായത് ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരേ ഇൻട്രസ്റ്റ് ആണ് എന്നാണ് അർത്ഥം. ഒരേ ഇൻട്രസ്റ്റ് ആണ്, അതിലാണ് ഏകത്വം. ഇപ്പം കുടുംബം ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം ഒരേ ഉദ്ദേശമാണെന്ന് അർത്ഥം. അല്ലാതെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു വ്യക്തിയാണെന്നല്ല. അതാണ് അനുപശ്യത എന്നുള്ള വാക്ക്. കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ ഉദ്ദേശമാണ് എന്നാണ് അർത്ഥം, ഒരേ രീതിയിലുള്ള ഇതാണ് അർത്ഥം. അതിന്റെ ഇതല്ല ആണ് അനുപശ്യത. പക്ഷെ അത് കാണേണ്ടത് നമ്മുടെ ഇപ്പൊ ഒരു എല്ലാരും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ മന്ത്രങ്ങളുണ്ടല്ലോ. ഇപ്പൊ മോഡിയുടെ ഒക്കെ മന്ത്രം. പക്ഷെ അവിടെയും ഇന്ത്യക്കാര് എല്ലാരും ഒന്നാണ് എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അതിന് വെളിയിലുള്ളവരെ നമ്മൾ ഈക്വലായിട്ട് കാണുന്നില്ല. റിയൽ ഇക്വാലിറ്റി വരണമെങ്കിൽ നമ്മൾ സ്ക്രിപ്ചറിന്റെ ബേസിസിൽ കണ്ടാലേ അത് പറ്റത്തുള്ളൂ. ക്ലിയർ ആയ? ഇതിനോടൊപ്പം തന്നെയുള്ള ശുദ്ധം അഭാവ വിദ്യം എട്ടാമത്തെ മന്ത്രിച്ചാണ് ശുദ്ധം അഭാവവിത്തം എന്ന് പറഞ്ഞാല്, ശുദ്ധം എന്ന് പറഞ്ഞാല് ആന്റിസെപ്റ്റിക്, അഭാവവിത്തം എന്ന് വെച്ചാൽ പ്രൊഫൈലാക്റ്റിക്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞപ്പോ നമുക്കൊരു ആന്റിബയോട്ടിക് ആയിട്ട് എടുക്കാം. ഒരു ആന്റിബയോട്ടിക്, നമുക്കൊരു കഫക്കെട്ടുണ്ട്, അതായത് നമ്മൾ ഇമ്പ്യൂർ ആണ്. ഇമ്പ്യൂർ ആയിട്ടുള്ള ഒരാൾ ആന്റിബയോട്ടിക്കുമായിട്ടുള്ള കോണ്ടാക്ട് വരുമ്പോൾ അയാൾ പ്യൂർ ആവും, അയാൾക്ക് അസുഖം മാറും. അതായത് ഭഗവാന്റെ അസോസിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ തിരുനാമങ്ങൾ ജപിക്കുമ്പം ഭഗവാന്റെ അസോസിയേഷൻ കൊണ്ട് എത്ര മോശമായ ആളും പ്യൂർ ആവും. അയാൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് പ്യൂർ ആവും. അപാവവിത്തം എന്ന് വെച്ചാൽ പ്രൊഫൈലാക്റ്റിക്, നമ്മളൊരു വാക്സിൻ കൊടുക്കുന്ന പോലെ. വാക്സിൻ നമുക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാത്തിനെയും ഇത് പ്രിവെന്റ് ചെയ്യും, അസുഖത്തിന് പ്രിവെന്റ് ചെയ്യും. അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഡിസയേഴ്സ്, തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഭഗവാനുമായിട്ട് കോൺസ്റ്റന്റ് അസോസിയേഷൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്യൂരിറ്റിയിലേക്ക് വരാൻ പറ്റും. അതാണ് പ്രൊഫൈലാക്റ്റിക്. സംസർഗം ചെയ്യുമ്പോൾ ക്രമേണ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള, ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണിക്കത്തില്ല,
ഒരു എല്ലാ ഡിവോട്ടീസും എല്ലാവരുടെ മുമ്പിലും വളരെ ഹമ്പിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു നിമിഷം അയാളെ വലിയൊരു പൊസിഷനിലാക്കിയാൽ ചിലപ്പോൾ അയാൾ എല്ലാവരും ദ്രോഹിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നിരിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ കാണുമ്പോൾ അയാൾ എല്ലാവരോടും നല്ല ഹമ്പിൾ ഡിവോട്ടിയാണ്. ഒരു നിമിഷം ഒരു ദിവസം കൊണ്ട് അയാൾ ഭയങ്കര ചേഞ്ച് ആയി എന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇൻക്ലിനേഷൻസ് ഉണ്ട്, ചില ആഗ്രഹം, അത് നമ്മൾ പുറത്ത് കാണിച്ചിട്ടില്ല. അവസരം വരുമ്പോഴാണ് പുറത്ത് കാണിക്കുന്നത്. അങ്ങനത്തെ വരാതിരിക്കണമെങ്കിൽ അഭാവവിത്തം പ്രൊഫൈലാക്കി എപ്പോഴും തിരുനാമങ്ങൾ ജപിക്കുക, ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പൊസിഷൻ കിട്ടിയാലും നമ്മൾ ഹമ്പിൾ ആയിട്ട് തന്നെ ഇരിക്കും. ആണ് ഭഗവാന്റെ അസോസിയേഷനിൽ നിന്ന് ശുദ്ധം അഭാവവിത്തം. ആന്റിസെപ്റ്റിക് ആൻഡ് പ്രൊഫൈലാക്ടിക് ആയിട്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതെന്ന് വെച്ചാ പ്രൊഫൈൽ അതായത് ഒരു ഇപ്പൊ നമുക്ക് ഒരു സൂര്യനായിട്ട് എക്സാമ്പിൾ എടുക്കാം ബ്രോ. സൂര്യനായിട്ട് എക്സാമ്പിൾ എടുക്കാം. സൂര്യന്റെ അടുത്ത് എന്ത് കൊണ്ടുപോയാലും അത് കത്തി ചാമ്പലാവും, അത് പ്യൂർ ആവും. അതാണ് ശുദ്ധം. ഭഗവാൻ അത്രയും ശുദ്ധമായതുകൊണ്ട് നമ്മുടെ എത്ര അഴുക്കുമായിട്ട് ഭഗവാന്റെ അടുത്ത് പോയാലും അത് പ്യൂർ ആവും. അപാവവിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കുകളുണ്ട്. അഴുക്കുകളുമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷെ ഭഗവാന്റെ കോൺസ്റ്റന്റ് അസോസിയേഷനിലുള്ളിൽ നമ്മളെ അഴുക്കുകളെല്ലാം പോയി കിട്ടും, പ്യൂർ ആവും. ഒരു വരി എഴുതും, പരിശുദ്ധമല്ലാത്ത മനസ്സോടെ ആണെങ്കിലും ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ചാൽ നമ്മളെ പരിശുദ്ധനാണ്. മനസ്സിന്റെ മാലിന്യം. ഇതാ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. ഒരു ഡിവോട്ടി ചിലപ്പോൾ എക്സ്റ്റേണലി ഭയങ്കര ഹമ്പിൾ ആയിരിക്കും, പക്ഷെ ഒരു പൊസിഷൻ കിട്ടുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഇതായിട്ട് ആക്ട് ചെയ്യും. അത് കാരണം വെച്ചാൽ അയാൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് പൊസിഷൻ വേണം എന്നുള്ള ആഗ്രഹം, അഴുക്കുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഒരു ഭഗവാന്റെ അസോസിയേഷൻ നിൽക്കുകയാണെങ്കിൽ ഭക്തന് അങ്ങനെ വരത്തില്ല. അത് ആ ഉള്ളിൽ തന്നെ അങ്ങ് പോകും, അത് പുറത്ത് വരത്തില്ല. അതൊരു നമ്മളിപ്പം കോവിഡിന് വാക്സിൻ എടുക്കുന്നു. അപ്പം വാക്സിൻ എടുക്കുന്ന പോലെയാണ്. അപ്പം കോവിഡ് വരും, പക്ഷെ അത് അതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വരത്തില്ല, അസുഖം പുറത്തു വരത്തില്ല വാക്സിൻ എടുത്തത് കൊണ്ട്. ഭഗവാനുമായിട്ട് അസോസിയേഷൻ ഉണ്ട്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് പുറത്തു വരത്തില്ല, അത് ഉള്ളിൽ തന്നെ അത് നശിച്ചു പോകും. അതാണ് അപാവവിത്തം. ഇനി എന്തെങ്കിലും ഉണ്ടോ? രണ്ട് ഇതും കൂടെ ജസ്റ്റ് പറയാം. എസ് എ ശ്രീല പ്രഭുപാദ് നൽകിയിട്ടുള്ള ആധ്യാത്മിക പ്രക്രിയ എങ്ങനെയാണ് നമ്മളെ ആധ്യാത്മിക ജ്ഞാനവും ഭൗതിക ജ്ഞാനവും സന്തുലിതമായ അവസ്ഥയിൽ നിർത്താൻ സഹായിക്കുന്നതെന്ന് വിശദീകരിക്കുക. ഒന്ന്, മന്ത്രം 11 അതിന്റെ ഭാവാർത്ഥം എന്നിവയിൽ നിന്ന് ഉദ്ധരിക്കുക. സ്വന്തം അനുഭവത്തിൽ നിന്നോ ഇസ്കോണിലെ മറ്റു ഭക്തരുടെ പൊതുവെയുള്ള അനുഭവത്തിൽ നിന്നോ ഉദാഹരണങ്ങൾ ഉപയോഗിക്കുക. 11 നോക്കണം. പതിനൊന്ന് വായിച്ചിട്ട് അതിന്റെ പർപ്പോട്ടെല്ലാം